Good morning, students. നമുക്ക് ഇന്റഗ്രേഷനിലെ മറ്റൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രോബ്ലം ഇതാണ്. Evaluate the integral double integral r 4xy cube dA where r is equal to xy ordered by xy minus 1 less than equal to x less than equal to 1 minus 3 less than equal to y less than equal to 3. ഇത് r എന്ന് പറയുന്ന റീജിയൻ ആണ്. ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ 4xy ക്യൂബ് ആണ്. 4xy ക്യൂബ്. ഇനി DA എന്ന് പറഞ്ഞ ഏരിയ ഓഫ് എ സ്ട്രിപ്പ്. A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ x into y ആണ്. x ലെങ്ത്തും y ബ്രെഡ്ത്തും ആണെങ്കിൽ x into y ആണ് ഏരിയ. അപ്പൊ DA എന്ന് പറയുന്നത് എന്തായിരിക്കും? DA എന്ന് പറയുന്നത് dx into dy. dx into dy or dy into dx. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ 4xy ക്യൂബ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ ഫംഗ്ഷന്റെ എക്സിന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. -1 മുതൽ ടു 1 വരെ. ഇപ്പൊ ലോവർ ലിമിറ്റ് എന്താണ്? -1, അപ്പർ ലിമിറ്റ് 1. വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? -3 to 3. ലോവർ ലിമിറ്റ് -3, അപ്പർ ലിമിറ്റ് 3. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഫംഗ്ഷൻ എന്താണ്? 4xy ക്യൂബ് ആണ്. ഏരിയ കാണാനുള്ള ഫോർമുല x into y ആണ്. അപ്പൊ DA എന്ന് പറഞ്ഞാൽ എന്താണ്? dx into dy or dy into dx. dx into dy എന്ന് എടുത്താലും dy into dx എന്ന് എടുത്താലും സെയിം ആണ്. ഇവിടെ x ന്റെ ലിമിറ്റ് എന്താണ്? -1 to 1. x നുള്ള ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് -1, അപ്പർ ലിമിറ്റ് +1. y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? -3, അപ്പർ ലിമിറ്റ് ഏതാണ്? 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പ്രോബ്ലം ഡബിൾ ഇന്റഗ്രൽ 4xy ക്യൂബ്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം DA എന്നുള്ള പ്രോബ്ലം dx dy യിലും ചെയ്യാം, dy dx ലും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഈ പ്രോബ്ലം dy dx ഒന്ന് ചെയ്ത് നോക്കാം. dx dy യിൽ ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ ഫംഗ്ഷനോട് ചേർന്ന് എടുക്കുന്ന ആരാണ്? dy ആണ്. അപ്പൊ y-യുടെ ലിമിറ്റ് ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? -3 to +3. ഇവിടെ -3 കൊടുത്തു, ഇവിടെ +3 കൊടുത്തു. ഇവിടെ അകത്ത് എടുക്കുന്നത് ആരാണ്? dx ആണ്. അപ്പൊ x ന്റെ ലിമിറ്റ് എത്രയാണ്? -1 +1. ഇനി നമുക്കിത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക? y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. y വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? x കോൺസ്റ്റന്റ് ആണ്. x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. -1 to +1 4xy ക്യൂബിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 4xy raised to 4/4 -3 to +3 dx. -3 to +3. അപ്പൊ 4xy നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y raised to 4/4 ഏതാണ് ഫോർമുല? ഇന്റഗ്രൽ ഓഫ് x raised to n dx. ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്താണ്? x raised to n+1/n+1. ആ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പൊ അങ്ങനെ ആ ഫോർമുല അപ്ലൈ ചെയ്ത് വരുമ്പോ നമുക്ക് y ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y raised to 4/4 കിട്ടി. ഈ 4 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം. ഇന്റഗ്രൽ -1 to +1 നമ്മൾ ആർക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്? y-ക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. y-യുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 3 ആണ്. അപ്പൊ x into y 3 കൊടുക്കുമ്പോൾ 3 raised to 4 ആണ് 81. then മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? -3 ആണ്. -3 കൊടുക്കുമ്പോൾ എത്ര വരും നമുക്ക്? -3 raised to 4 അപ്പോഴും 81. അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? 81x. അപ്പൊ 81x നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് 3 കൊടുത്തപ്പോ നമുക്ക് 3 raised to 4 81x കിട്ടി. ലോവർ ലിമിറ്റ് y-ക്ക് -3 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 81x എന്ന് കിട്ടി അല്ലേ? അപ്പൊ 81x ൽ നിന്ന് 81x കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുന്നത്? -1 to +1 0 dx. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായി? 0 എന്ന ആൻസർ കിട്ടി. നമുക്ക് x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? ആൻസർ 0 എന്ന് കിട്ടി കേട്ടോ. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ r എന്ന് പറയുന്നത് റീജിയൻ ആണ്, പർട്ടിക്കുലർ റീജിയൻ. DA എന്ന് പറയുന്നത് എന്താണ്? dx dy or dy dx ഏരിയ ഓഫ് എ സ്ട്രിപ്പ്. ഇനി ഇവിടെ x ന്റെ ലിമിറ്റ് എന്താണ്? -1 മുതൽ 1 വരെ ഓർഡേർഡ് പെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓർഡേർഡ് പെയർ xy. അപ്പൊ x ന്റെ ലിമിറ്റ് -1 to +1, y-യുടെ ലിമിറ്റ് എന്താണ്? -3 to +3. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ
നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ്, പക്ഷെ മറ്റൊരു വിധത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്ത് അതിൽ എഴുതി ഇതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഈ സെയിം പ്രോബ്ലം നിങ്ങൾ ഡി എ എന്നുള്ളത് ഡി വൈ ഡി എക്സ് എന്നാണ് നമ്മൾ ചെയ്തത്. ഡി എക്സ് ഡി വൈയിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ.